അല്ലേ റൊണാൾഡോന് കുറെ കമന്റ്സ് കുറച്ച് സീനായി പോയി. അതിന് അണ്ണൻ ഇപ്പൊ അടുത്തൊന്നും അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ, ആരും ഉപദ്രവിച്ചൊന്നുമില്ല അണ്ണൻ. കാരണം പണ്ടൊക്കെ ഒരുപാട് ട്രോള് ചെയ്യുന്ന ടീമായിരുന്നു, മെസ്സിക്ക് കപ്പില്ല അതില്ല പറഞ്ഞിട്ട്. ഇപ്പൊ അതൊക്കെ തിരിച്ചു കിട്ടുമ്പോ അതായത് കോപ്പ അമേരിക്കയില് വിൻ ചെയ്യണമെങ്കിൽ ഒരിക്കലും ഫിസിക്കൽ ഫുട്ബോളിലാണ് നടക്കൂല. വെറും ടിക്കറ്റ് പണ്ടത്തെ സൗന്ദര്യം വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുമ്പോൾ കൊളംബിയായിട്ട് സെമി വന്നിരുന്നു, ട്രോൾ മെച്ചിലായി പോയത്. കാരണം പണ്ട് മെസ്സി പെനാൽറ്റി മിസ്സാക്കി പറഞ്ഞിട്ട് അന്ന് പെനാൽറ്റി മിസ്സാക്കിയിട്ടൊന്നല്ല കരഞ്ഞു, അന്ന് അടുപ്പിച്ച് മൂന്നാമത്തെ ഫൈനലിൽ പൊട്ടണ്. ആ സങ്കടത്തിലാണ് കരഞ്ഞത്. അതൊക്കെ വെച്ചിട്ട് കുറെ ട്രോളി ഉണ്ടായിരുന്നു പണ്ട്. എല്ലാം കൂടി തിരിച്ച് എന്റെ അഭിപ്രായത്തിൽ കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ഇംഗ്ലണ്ടിന് അങ്ങനെ ഒരു ആവറേജ് കളി കളിച്ചിട്ട് എന്തായാലും ജയിക്കാൻ പറ്റുന്നില്ല. സ്പെയിൻ ഇപ്പൊ നല്ല ഫോമിലാണ്. ഇപ്പൊ ലാസ്റ്റ് കളി നോക്കിയാൽ തന്നെ മതി ഓരോരു എന്താ ഒരു കോൺഫിഡൻസ് എന്നുള്ള. Hi Prem, how are you? How is life? I'm good, Shaimka. You're looking great. Thank you, Shaimka. മോട്ടിവേഷൻ എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ് എനിക്ക്, ഞാൻ ആൾക്കാർക്ക് നല്ലതാണ് ഇതൊക്കെ, നമുക്ക് മോട്ടിവേഷൻ വേണോ എന്നുള്ള ചോദ്യം. മോട്ടിവേഷൻ വേണോ ഉണ്ടായിക്കോട്ടെ, എന്റെ കുറവാണ്. മോട്ടിവേഷൻ ഇടയ്ക്ക് നല്ലതാണ് വന്നാല്. ഇടയ്ക്ക് മോശം. ഇൻസ്റ്റാഗ്രാം ഫീൽഡിൽ നല്ല നല്ല മോട്ടിവേഷൻസ് തരുന്നുണ്ട്, ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. എന്താണ് നല്ലൊരു മോട്ടിവേഷൻ? നല്ലൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ദീസ് റൂൾസ് യു വിൽ ലേൺ അണ്ടിൽ യു ആർ 40, ഐ വിൽ ടീച്ച് യു നൗ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ, വൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരൂലേ, ആ സാധനം ഇങ്ങനെ നല്ല സാധനങ്ങളാട്ടോ. റിയലാണ്, റിയൽ ട്രൂത്ത്സ് ആണ് ഇത് പറയണം. നമുക്ക് കുറെ ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം അടുത്തായല്ലോ, 40 അധികം ദൂരല്ലല്ലോ. പക്ഷെ ഇപ്പൊ ഇതുവരെ ഇപ്പൊ ഈ 30s അടുക്കുമ്പോ എന്താ തോന്നിയിട്ടുള്ളത്? 30ലേക്ക് അടിക്കുമ്പോ ഒന്നും തോന്നുന്നില്ല. ഇപ്പോഴും ആ ഒരു എന്താ മനസ്സത്ര വളർന്നിട്ടില്ല. നമ്മളിപ്പോഴും പഴയ കുട്ടി മാറ്റൊന്നും വരാത്ത മാതിരി തോന്നി. കാണുമ്പോഴുള്ള വലിപ്പേ ഉള്ളൂ തോന്നുന്നില്ല. നമ്മളെ പ്രായത്തിലൊക്കെ നമ്മള് കുറച്ച് വലിയ ആൾക്കാരെ കാണുമ്പോ വലിയ ആൾക്കാർ നമ്മളവിടെ തല കിടക്കണേ, ആ ചിന്തിക്കുന്നവിടെ തന്നെ നമ്മള്. അതായത് നമ്മള് ഈ പ്രായത്തിലെത്തുമ്പോഴാണ് ഈ പ്രായത്തിലെത്തിയ ആൾക്കാർ അയ്യോ ഇങ്ങനെയായിരുന്നോ എന്ന് എനിക്ക് തോന്നുക. കാരണം നമ്മള് കുട്ടിയായിട്ടാ നിൽക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെ തോന്നിക്കണോ? തോന്നിയിട്ടുണ്ട്. അണ്ണനെ ട്രോളി വടക്കാക്കുണ്ടല്ലോ, എന്ത് പരിപാടി? നല്ല ട്രോൾ ഇട്ടുന്നുണ്ടല്ലോ. ഞാൻ ഫുട്ബോളിന്റെ അങ്ങനെ പോസ്റ്റ് ഒന്നും അങ്ങനെ കാണാറില്ല കേട്ടോ. അല്ല, ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയ അധികം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടും കൂടെ. പക്ഷെ ഓവറോൾ നല്ല ഹെയ്റ്റ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ റൊണാൾഡോന്? കുറെ കമന്റ്സ് കുറച്ച് സീനായി പോയി. അതിന് അണ്ണൻ ഇപ്പൊ അടുത്തൊന്നും അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ, ആരും ഉപദ്രവിച്ചൊന്നുമില്ല അണ്ണൻ. പക്ഷെ അണ്ണന് പണ്ട് തൊട്ടേ ഉള്ളത് കൊടുത്തോണ്ടിരിക്കുന്ന എല്ലാരും മറക്കുന്നുണ്ട് മച്ചാൻ എന്താ ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പൊ ചെയ്യാൻ പറ്റണില്ല എന്നുള്ള കാര്യമൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും ഗോഡ് ഫൈറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്, എന്തൊക്കെ പറഞ്ഞാലും. ശരിയാ. പക്ഷെ ഇപ്പൊ ഫോം സ്വരം നന്നാവും പാട്ട് നിർത്താറില്ലേ, അത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ സ്വന്തം ആൾക്കാരുടെ തന്നെ ഒരു ട്രോള് വന്ന് തുടങ്ങും. അപ്പൊ എതിരാളികളുടെ അവസ്ഥ പറഞ്ഞിട്ട്. കാരണം പണ്ടൊക്കെ ഒരുപാട് ട്രോള് ചെയ്യുന്ന ടീമായിരുന്നു, മെസ്സിക്ക് കപ്പില്ല അതില്ല പറഞ്ഞിട്ട്. ഇപ്പൊ അതൊക്കെ തിരിച്ചു കിട്ടുമ്പോ അങ്ങനെ ഒരു എന്താ എനിക്ക് തോന്നിയിട്ടുള്ള പറയാമോ? അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, മൂപ്പര് ശരിക്കും ഇത്ര ട്രോള് കിട്ടേണ്ട ഒരാളാണെന്നുള്ള ചോദ്യം ഉണ്ട് അല്ലേ? എനിക്കങ്ങനെ ഉണ്ട്. എനിക്കത് തോന്നുന്നു ഇത്ര ട്രോൾ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യണേ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര സാധാവെന്ന് തോന്നുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ലേ. എല്ലാരും കൂടെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോ ഇവരെ അറ്റംപ്റ്റ് ചെയ്തില്ല. പോർച്ചുഗലിന് മറ്റേ ആരുള്ള കളിയിലാണ്, ക്വാർട്ടർ ഫൈനലല്ലേ, ഭയങ്കര പെനാൽറ്റി അടിച്ചത് മിസ്സാക്കിയത്. പ്രീ ക്വാർട്ടർ അല്ലേ അത് സ്ലോവേനിയ. അതെ അതെ, ആ കളിയിൽ തന്നെ ഫ്രീ കിക്കും ഇതൊക്കെ ആൾ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ വേറെ ആരും അതിൽ ഫ്രീ കിക്കൊന്നും അടിച്ചിട്ടില്ലല്ലോ. റൊണാൾഡോന്റെ ഫ്രീ കിക്കൊക്കെ ലൈക്ക് ഗോളായില്ലാന്നേ ഉള്ളൂ, നല്ല ഫ്രീ കിക്കുകൾ തന്നെയാണ് അടിച്ചിരുന്നത്. പക്ഷെ ട്രൈ ചെയ്തു, കൊറേ ട്രൈ ചെയ്തു. പക്ഷെ അന്ന് ആ പെനാൽറ്റി മിസ്സാക്കിയിട്ട് കളിനിടയിൽ കരഞ്ഞില്ലേ,
അതൊക്കെയാണ് പിന്നെ ട്രോൾ മെറ്റീരിയലായി പോയത്. പിന്നെ പണ്ട് മെസ്സി പെനാൽറ്റി മിസ്സാക്കി പറഞ്ഞിട്ട് അന്ന് പെനാൽറ്റി മിസ്സാക്കിയിട്ടൊന്നല്ല കരഞ്ഞു, അന്ന് അടുപ്പിച്ച് 3ാമത്തെ ഫൈനലിൽ പൊട്ടണ്. ആ സങ്കടത്തിലാണ് കരഞ്ഞത്. അതൊക്കെ വെച്ചിട്ട് കുറെ ട്രോളി ഉണ്ടായിരുന്നു പണ്ട്. എല്ലാം കൂടി തിരിച്ച് എന്റെ അഭിപ്രായത്തിൽ കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ആസ് എ ഫാൻ എന്ന് പറയുമ്പോ കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. അതിമാത്രം ട്രോൾ ചെയ്തിട്ടുണ്ട്. വെറും ഇങ്ങനത്തെ ഈ ഇന്റർനാഷണൽ കപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം മെസ്സി ആ ടൈമിലൊക്കെ വേൾഡ് കപ്പിൽ ബെസ്റ്റ് പ്ലെയർ ആയിട്ടുണ്ട്, കോപ്പ അമേരിക്കയിൽ ബെസ്റ്റ് പ്ലെയർ ആയിട്ടുണ്ട്. അതൊന്നും കൺസിഡർ ചെയ്യാൻ കൂടിയില്ല. വെറുതെ ആ പെനാൽറ്റി മിസ്സാക്കി പറഞ്ഞിട്ട് 2021 ജൂലൈ വരെ ട്രോൾ ചെയ്തു. പിന്നെ കോപ്പ അമേരിക്ക അടിക്കുമ്പോഴാണ് തിരിച്ച് പിടിച്ചിടാൻ പറ്റുന്നത്. തിരിച്ചും ട്രോളുകൾ ഒരുപാട് വന്നിട്ടില്ലേ? അത് അങ്ങനെ ഒരു സൈഡ് മാത്രം പറയാൻ. അതായത് ഓൾക്ക് പിടിച്ചിരിക്കാൻ വേറെ റീസൺസ് ഒന്നുമില്ല. മെസ്സി ബാക്കി റൊണാൾഡോ ഫാൻസും മെസ്സി ഫാൻസും അങ്ങോട്ട് കൂടെ നല്ല പോലെ ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ റൊണാൾഡോന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം റൊണാൾഡോ സൈഡായി. മെസ്സി ഇപ്പൊ പീക്കിലാണ്. വേൾഡ് കപ്പ് അടിച്ചു, കോപ്പ അമേരിക്ക അടിച്ചു. ഇപ്പൊ അടുത്ത കോപ്പ ചിലപ്പോ അടിക്കും 2 ദിവസം കഴിഞ്ഞാല്. അപ്പൊ ഒരാള് സൈഡായി. അപ്പൊ അതാണ് ഇങ്ങനെ അടി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്ന് കൊടുത്തൊക്കെ തിരിച്ച് വാങ്ങിയെന്ന് നിർത്തില്ല. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പൊ ഇത് ഉൾട്ട സംഭവിച്ചാലും അങ്ങനെയൊക്കെ തന്നെ പറയാനുള്ളൂ. തിരിച്ചാണെങ്കിലും മെസ്സിന്റെ അവസ്ഥ ഇതേപോലെ കൊന്നേനെ. റൊണാൾഡോ വേൾഡ് കപ്പും ഇവരൊക്കെ അടിച്ചിട്ട് മെസ്സി ഒന്നും ഇല്ലാതായി പോവാണെങ്കിൽ ഇങ്ങനെ ഫോം ഔട്ട് ആണ് ഇതിന്റെ ഇരട്ടി ട്രോളിൽ പോകുന്നുണ്ടാവും. എന്തായാലും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതാണ്, അത്രേ ഉള്ളൂ. അതങ്ങനെ ഉണ്ടാ മതി. അത് ഒരാള് ഒരു ടീമാണ് ഇപ്പൊ സ്കോർ ചെയ്ത് നിക്കണേ. റൊണാൾഡോ 2 വയസ്സ് മൂത്തതും അല്ലേ? എപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ സൗദി ലീഗിലൊക്കെ ടോപ്പ് വന്ന പ്ലെയറും അല്ലേ? ലൈക്ക് ഫോമിലൊക്കെയാണ് ആള്. പക്ഷെ ഒന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല. അതാണ് പ്രേമ. എനിക്ക് അതാ പറയാനുള്ളത്. ഒന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല. അത്രയും ആ പീക്കിൽ നിൽക്കുമ്പോ അത്രയും നന്നായി കളിച്ചു. വേറെ ആള് കാണിക്കട്ടെ അങ്ങനത്തെ എത്രയോ ഫൈനൽസ് ഒക്കെ നമ്മളിരുന്ന് ഓരോ എൻഗേജിങ് എന്റർടൈൻ ആക്കിയിട്ടുണ്ട് ഒരുപാട് കളികൾ. ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ, ക്രൂഷ്യൽ ആയിട്ട് മാച്ച്. അല്ല, മെസ്സി അങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ല, നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അഡ്മിറേഷൻ തോന്നിയിട്ടുണ്ട് അത് കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ലെജൻഡ് തന്നെയാണ്. ഗോട്ട് 2 അല്ലേ? എന്നാലും സെക്കൻഡ് റാങ്കിൽ റൊണാൾഡോ അല്ലേ? അത് അതില് തർക്കമൊന്നുമില്ലല്ലോ. ഞാൻ അതിലും തർക്കിക്കാൻ വരരുതെന്നുള്ളതാണ്. ഫസ്റ്റിലും തർക്കമുണ്ടോ? ഇപ്പൊ തർക്കമില്ല എന്നുള്ളടത്ത്. അല്ല, ഇപ്പോഴും ഇതേപോലെ കുറെ പേര് അതായത് റിഗഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കയമ്പില്ലാത്ത ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങൾ ഇപ്പോഴും കുറെ ഫാൻസ്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ റൊണാൾഡോക്ക് ഇങ്ങനെ മോശം പോകുമ്പോ വന്നപ്പോ ഫാൻസ് കയറി മേയേണ്ട അവസ്ഥ. സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു കമന്റ് സെക്ഷൻ കയറിയാൽ തന്നെ കാണാലോ, റൊണാൾഡോ ലൈക്ക്, മെസ്സി ലൈക്ക് എന്നിട്ട് അവിടെ ഉണ്ടാവും കുറെ ആദ്യം തന്നെ. പിന്നെ അങ്ങനെ കുറെ ട്രോളും കുറെ തെറിവിളി ഉണ്ടാവും. അതൊക്കെ എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. ഒരു കളിയിൽ ഇയാൾക്ക് വന്ന ഒരു മിസ്റ്റേക്കുമ്പോഴൊക്കെയാണ് ഇയാൾ ട്രോള് കിടക്കുന്നത്. ഇപ്പൊ റൊണാൾഡോ അടിച്ചൊരു ബോളേ റൊണാൾഡോ മേലെ കൂടി അടിക്കുന്നുണ്ടല്ലോ. ആ കളിക്ക് റൊണാൾഡോ മേലെ കൂടി അടിക്കുന്നത്, പോസ്റ്റിന്റെ മേലെ കൂടി. അപ്പോഴേക്ക് ട്രോള് വരുന്നത് വെച്ചാൽ ആ ഒരു ഇത് കാണിച്ചിട്ട് കണ്ടോ, റൊണാൾഡോ അടിച്ച ഗോള് എത്ര വലിയ പോസ്റ്റ് ആയാലാണ് അത് ഗോളാവുക അതൊക്കെ പറഞ്ഞിട്ടാണ് ട്രോള് വരുന്നത്. പോസ്റ്റ് ഇങ്ങനെ വലുപ്പം ഗോളാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് ചോദിക്കുന്നത് വെച്ചാൽ അത് എന്താ പറയണേ, എല്ലാം ഗോൾ അടിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അയാള് അതിന് നിന്നാ പോരെ. എമ്മാരി അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് ചെക്കന്. ഇനി ആർക്കാണ് അങ്ങനത്തെ ഒരു ലൈക്ക് ഒരു ലെഗസി ഒരു ഫുട്ബോളില് അല്ലേ? ആ ഒരു ലെഗസി ഉള്ള വേറൊരു പ്ലെയർ പറയട്ടെ, ലെജൻഡ് തന്നെയാണ്. എന്താ വിഷയം? ഗോഡ് ഡിബേറ്റ്. പിന്നെ അർജന്റീന ഫാൻസിനോട് സംസാരിക്കുമ്പോഴേ നമ്മളെ ഗ്രൂപ്പിലൊക്കെ അർജന്റീനയുടെ ആരാധകർ പറയുന്നുണ്ട്, വേൾഡ് കപ്പ് ജയിച്ചോടെ പഴയ കളി കാണാനുള്ള ഒരു താല്പര്യമൊക്കെ കുറഞ്ഞു പോയി. അഹങ്കാരം പറയാനുള്ള എന്താ അറിയില്ല, പക്ഷെ ഉള്ളത് തന്നെയാണല്ലേ. എന്താ വെച്ചാല് നമ്മള് എത്ര കൊല്ലാണ്, 10-28 കൊല്ലം. അതായത് എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പിനേക്കാളും അർജന്റീന ഫാൻസ് ആഘോഷിച്ചിട്ടുണ്ടാവുക കോപ്പ അമേരിക്ക ജയത്തിനാണ്. കാരണം കളർ TV വന്ന ശേഷം ട്രോഫി അടിച്ചില്ല, ട്രോൾ ചെയ്തു. പണ്ട് ഇങ്ങനെ എപ്പോൾ ടൂർണമെന്റ് വരുമ്പോഴുണ്ടാവും ഒരു ഫസ്റ്റ് തന്നെ ഒരു പോസ്റ്ററൊക്കെ വരും ഫേസ്ബുക്കിൽ. അതായത് പണ്ട് അർജന്റീന കപ്പടിച്ച കാലത്ത് ആഘോഷിക്കുന്ന യുവാക്കൾ എന്ന് പറഞ്ഞിട്ട് ഏതോ പഴയ മോഡൽ ട്രെൻഡ് ആൾക്കാർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഫോട്ടോസൊക്കെ അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അതായത് എത്ര പറയുകയാണെങ്കിൽ അർജന്റീന കുറെ ഒരുപാട് ഫൈനൽസ് കളിച്ചു അതിനിടയിൽ, എന്നിട്ടും അന്ന് ഒന്നും ജയിക്കാൻ പറ്റില്ല. ഒരുപാട് ഫൈനൽസ്, 2007 കോപ്പ, 2015, 2016, 2019 അതൊക്കെ കളിച്ചിട്ടും 19 ഫൈനലെത്തിയില്ല. കളിച്ചിട്ടും നമുക്ക് കപ്പടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വേൾഡ് കപ്പ് ഒരു ഫൈനൽ കളിച്ചു. അപ്പൊ അർജന്റീന ഫാൻസ് സംബന്ധിച്ച് അത്രയും ഫ്രസ്ട്രേറ്റഡ് എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ റൊണാൾഡോ ഇപ്പൊ ട്രോള് കിട്ടി എന്നൊക്കെ പറയുന്ന
അതൊക്കെ ഇതിൻ്റെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. ബ്രസീൽ ഫാൻസൊക്കെ അത്ര ഫോമിൽ നിൽക്കുമ്പോഴും 2021 കോപ്പ ജയിക്കുമ്പോൾ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ വേൾഡ് കപ്പ് ബോണസായിട്ട് കിട്ടിയവിടെ പിന്നെന്താ ഇപ്പോൾ ഫാൻസിനും ബ്രസീലും തീരെ ഫോമിലല്ല. കാരണം അർജന്റീന ഫാൻസിന് മെയിനായിട്ട് ട്രോൾ ചെയ്യാനുള്ളത് ബ്രസീൽ ഫാൻസാണ് നാട്ടിൽ. അതെ, ബ്രസീൽ ഫാൻസിനോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എ ടീമിനെ ഇറക്കുമ്പോൾ പറയണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ എപ്പോൾ തോൽക്കുമ്പോൾ കാണാം സി ടീമാണ്, ബി ടീമാണ്, കുട്ടികളുടെ ടീമാണ്. നിങ്ങളൊരു എ ടീമിനെ ഇറക്കി കളിക്കില്ലേ, അതാണ് പറയാനുള്ളത്. അതില് എനിക്കറിയില്ല കേട്ടോ, ബ്രസീൽ ഫാൻസിന്റെ കമന്റ്സ് ഞാൻ അറിയാറില്ല. അവര് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് എന്താ വെച്ചാൽ ഇപ്പൊ ടീം കുറച്ച് അതാണ് ബ്രസീലിനെ പറ്റി പറയുകയാണെങ്കിൽ ഏത് ടൈമിലും ഒരു എബോവ് ആവറേജ് ടീമുള്ളൊരു, അതായത് അവരിങ്ങനെ എത്രയും മോശം ഫോമിൽ ഇപ്പൊ അടുത്തൊന്നും വന്നിട്ടില്ല. അതെ, ഇത്ര മോശം ഫോമിൽ ബ്രസീൽ ടീമിന് ഇതിന് മുമ്പേ കണ്ടിട്ടില്ല. അപ്പൊ അതാണ്, അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു പോകുമ്പോ അവർക്കിപ്പോ വോയിസ് ഒന്നും ഇല്ലെന്നത്. അതാണ് പിന്നെ ഇപ്പൊ നേരത്തെ നിങ്ങൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഫാൻസിനൊന്നും പഴയ പൂറ്റില്ലാത്തത്. അത് പൂറ്റില്ല എന്നൊക്കെ പറയും. ഈ കോപ്പ ഫൈനൽ തോറ്റു കഴിഞ്ഞാൽ കാണാം ബ്രസീൽ ഫാൻസ് എല്ലാവരും കൂടി ഇറങ്ങി നിരത്തി വിടും. അതൊക്കെ അവസ്ഥ. കോപ്പ അമേരിക്ക പ്രാവശ്യം ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലാണ്. ഉറുഗ്വേ പുറത്തായപ്പോ ചെറിയ സന്തോഷമുണ്ട്. പക്ഷെ കൊളംബിയ അമ്മാരി ടീമാണ്. ജെയിംസ് റോഡ്രിഗസ് എന്താ കാട്ടണ ഈ പറഞ്ഞ ശേഷം ഞാൻ കണ്ടു കേട്ടോ. നല്ല ഫോമിലാണ് ജെയിംസ് റോഡ്രിഗസ്. ഗെയിമിനെ തിരിച്ചറിഞ്ഞ നല്ല പ്ലെയറാ. ഞാൻ കളി നല്ലോണം ഫോളോ ചെയ്തിരുന്നു. മറ്റേ എവർട്ടണിലായിരുന്ന ടൈമിലും ബയൺ മ്യൂണിക്കിലായിരുന്ന ടൈമിലൊക്കെ റോഡ്രിഗസിന്റെ കളി കാണാനായിട്ട് ഞാൻ ബയണിന്റെ കുറെ കളികളുണ്ട്. നല്ല ഭയങ്കര സ്കില്ലാ കയ്യില്, ഭയങ്കര പ്ലേ മേക്കിംഗ് ആണ്. ഫുട്ബോൾ അറിയണ 2014 വേൾഡ് കപ്പില് ആണല്ലോ വരവ് അറിയിക്കുന്നത്. ഫാനായി പോകുന്ന അതാണ് എമ്മാരി കളി തോന്നൊക്കെ. പിന്നെ റയലിലും നല്ല ഫോം ഉണ്ട്. പക്ഷെ റയലില് എന്തോ ഒരു ഇഷ്യൂ കാരണം ഇഷ്യൂ തന്നെ ആയിരിക്കണം. അത് കാരണം കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. സിദ്ധാനായിട്ട് അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ പോയി ബയണിൽ എന്നാലും ആ ഒരു പെരുമയ്ക്കത്തൊരു കളി ഇല്ലായിരുന്നു. എവർട്ടണിൽ വന്നപ്പോഴും നല്ലൊരു കരിയർ, തുടക്കത്തിലൊക്കെ നല്ല ഫോം ആയിരുന്നു. ഒരു ലോങ് കരിയർ ഉണ്ടാക്കാൻ പറ്റിയില്ല. അല്ല മൂപ്പർക്ക് പറ്റിയൊരു ക്ലബ്ബല്ല. ആൻസലോട്ടിയുള്ള ടൈമിലാണ് ഉണ്ടായിരുന്നത്. അന്ന് ക്ലബ്ബ് ആകെ ലോക്കായി പോയും ചെയ്തു. അത് കഴിഞ്ഞ നേരം ആൻസലോട്ടി റയലിലേക്ക് പോയി. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ റോഡ്രിഗസ് ഇപ്പൊ റയലുണ്ടെങ്കിൽ ആൻസലോട്ടി നല്ലപോലെ യൂസ് ചെയ്താണ്. ഇനിയിപ്പോ എന്താ കൊളംബിയയുടെ കളി എമ്മാരി ഫിസിക്കൽ ഗെയിമാണ്. ലൈക്ക് WWE കാണുന്ന കോപ്പ പൊതുവെ ഭയങ്കര ഇതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ അർജന്റീനയുടെ കളി ഭയങ്കര ഇതാ, ഭയങ്കര അറ്റാക്കിംഗ് ആണ്. ഭയങ്കര പ്ലേയേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ടാക്കിൾ ചെയ്യുക, ഭയങ്കര അഗ്രസീവ്. കോപ്പ അമേരിക്കയില് വിൻ ചെയ്യണമെങ്കിൽ ഒരിക്കലും ഫിസിക്കൽ ഫുട്ബോളിലാണ് നടക്കൂല. വെറും ടിക്കറ്റ് പണ്ടത്തെ സൗന്ദര്യം വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുമ്പോൾ കൊളംബിയായിട്ട് സെമി വന്നിരുന്നത്. അതൊക്കെ വെറും ഫിസിക്കലായിട്ട് ഫൈനലിൽ നല്ല ഫിസിക്കലായിട്ട് കളിച്ചാണ് ജയിച്ചുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ രണ്ട് മിഡ്ഫീൽഡേഴ്സ് തന്നെ, അതായത് എന്താ പരേഡേഴ്സും പിന്നെ റോഡ്രിഗോ ഡിപ്പോളും, ഇവർ രണ്ടുപേരും എല്ലാരും ബാക്കിൽ ഇങ്ങനെ പിന്നാലെ പോകും. ചവിട്ടാന്ന് പറഞ്ഞ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല റോൾ ഉണ്ട് ശരിക്കും വേൾഡ് കപ്പ് അടിച്ചതിൽ. കാരണം എതിർ ടീമിനെ കളിക്കാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ബാക്കിൽ കോൺസ്റ്റന്റ്ലി പോയി ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഡിപ്പോളൊക്കെ എന്താണ് ഫീൽഡിന്റെ അത്ര മുന്നിലോ കളിക്കുന്നത്. അസിസ്റ്റ് ഡിപ്പോളിന്റെ ആയിരുന്നു ആള് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടാണ് കളിക്കുന്നത്. ഡിപ്പോളൊക്കെ തുടക്കത്തിൽ കുറച്ച് ഫോം ഔട്ട് ആയിരുന്നു ഈ ഇത് തുടങ്ങിയതിന് ശേഷം. ഇപ്പൊ കഴിഞ്ഞ കളിയൊക്കെ നല്ല കളിച്ചിട്ടുണ്ട്. ഫൈനലിലും അത് തുടരാൻ പറ്റട്ടെ. അതെ. പക്ഷെ കൊളംബിയനായിട്ടുള്ള കളി പറഞ്ഞാൽ ഇപ്പൊ എന്താണ് ഉറുഗ്വേ കൊളംബിയ 10 ആളെ വെച്ചിട്ട് കൊളംബിയ ഡിഫെൻഡ് ചെയ്ത് കണ്ടില്ലേ. അപ്പൊ ചെറിയ ടീമൊന്നല്ല, ഉറുഗ്വേനെ പോലത്തെ ഒരു ടീം. പിന്നെ കൊളംബിയ ഈ നല്ല എനിക്ക് തോന്നുന്നു കപ്പടിക്കാൻ ഒന്നും കൂടി കളി വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി ചാൻസ്, ഫാനായിട്ട് പറയല്ല, ചാൻസ് കൊടുക്കണം. കാരണം പേടിക്കുന്ന ടീമാണ്, നന്നായി പേടിക്കുന്ന ടീമാണ്. കാരണം അവർ ഫിസിക്കൽ ഗെയിം ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് ബോൾ മൂവ് ചെയ്യുന്നുണ്ട് അവരെ കളിയിൽ, പണ്ടത്തെ പോലെ ഒന്നുമല്ല. അപ്പൊ നല്ലൊരു ലൂയിസിനൊക്കെ ആളുടെ കാലിബർ അറിയില്ലേ, ബോക്സ് വരെ ബോൾ എത്തിക്കാൻ വളരെ എളുപ്പമുള്ള പ്ലെയറാണ് ലൂയിസ് ഡിയാസ് ഒക്കെ. നോക്കാം എന്തായാലും. പ്രേമൻ ആരാ തോന്നുന്നത് കോപ്പ ആരടിക്കും? എനിക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടീം എനിക്കും തോന്നുന്നില്ല. കാരണം രണ്ട് ടീം നല്ല ടീമാണ്. അപ്പോ ലൈക്ക് എന്താണ് ന്യൂട്രലായിട്ട് നിൽക്കുമ്പോ എനിക്ക് കൊളംബിയ അടിക്കണം തന്നെയാണ്. റോഡ്രിഗസ് എന്തായാലും അർജന്റീന ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ കപ്പടിക്കും എന്നുള്ള മൈൻഡ് തന്നെ. വേൾഡ് ചാമ്പ്യൻസ് അല്ലേ, മുണ്ടോ അല്ലേ.
ആരും പേടിക്കേണ്ട അവസ്ഥയിലല്ല. പിന്നെന്താ മറ്റേ ഇഷ്യൂ കണ്ടിരുന്നു ഉറുഗ്വേ കൊളംബിയ ഇതില് ലാസ്റ്റ് അടി ഉണ്ടായത്. ഫാൻസ് ഒക്കെ വന്നിട്ടല്ലേ ഡാർവിൻ ന്യൂനസ് അടിച്ചെന്താ വെച്ചാൽ അവന്റെ ഫാമിലിയുടെ ബിയർ ബോട്ടിലിട്ട് എറിഞ്ഞു, ഹരാസ് എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻഡിൽ ഇരുന്നപ്പോ. കാരണം പിന്നെ കളി കഴിഞ്ഞ പാടത്തിന്റെ പോയിട്ട് അവിടെ പിന്നെ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെ ഫുട്ബോൾ വികാരമായിട്ടാവും. അവിടെ ലൈക്ക് ആൾക്കാർ മരിക്കലൊക്കെ ഉണ്ട് കളി കാണാൻ പോയിട്ടൊക്കെ. അങ്ങനെയാണ് അവിടെ കളി ഓടുന്നത്. നമുക്ക് അവിടെ നിന്നിട്ട് മനസ്സിലാവില്ലായിരുന്നു അമ്മാരിയാണ് അല്ലേ. ഡിസിപ്ലിൻ കുറച്ച് കുറവാണ്. പണ്ട് അർജന്റീന ബ്രസീല് മറ്റേ ഒരു ഫ്രണ്ട്ലി ആണോ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഇപ്പൊ ലേറ്റസ്റ്റ് നടന്ന കളിയാ, അതിലൊക്കെ ഫുൾ ഫൈറ്റ്, ഫാൻ ഫൈറ്റ് ലാസ്റ്റ് പ്ലേയേഴ്സ് ഒക്കെ കേറി സ്റ്റാൻഡ് പോയി പറഞ്ഞു, ഭയങ്കര കളിയായിരുന്നു. റിക്വസ്റ്റ് ചെയ്തു. 1-0 ഒക്കെ അടിച്ചല്ലോ ബ്രസീലിനെ, ഭീകര കളിയായിരുന്നു. പിന്നെ അവസ്ഥ മെസ്സി ഇപ്പോ എന്താണ് ആള് ഇങ്ങനെ കളി കുറച്ച് കുറയുന്നുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിക്കനെ. പക്ഷെ ഇനിയിപ്പോ അത്ര പ്രൂവ് ചെയ്യേണ്ട കളി കുറയുന്നുണ്ട്. എപ്പോഴും ആളെ കയ്യിൽ അത്രയും കളി ഉണ്ട്. പക്ഷെ മുന്നത്തെ മൂപ്പരെ കളി വെച്ച് നോക്കുമ്പോ കുറച്ച് കളി കണ്ടിട്ടില്ല ഓൾറെഡി. റീൽസിലൊക്കെ വല്ലപ്പോഴും കാണുന്നില്ല, അതാണ് ചോദിച്ചത്. അത്ര ഇതില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ആ പാസ് കൊടുക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കറിയാം പഴയ മെസ്സി അല്ല അല്ലേ. ഏജ് 37 വയസ്സായില്ലേ, ഇഞ്ചുറി, കാലിന് ഇഞ്ചുറി ഉണ്ട്. അപ്പോ നമുക്ക് അത്ര മതി. ഇനിയും ചോദിക്കാറുണ്ട് മര്യാദ. പിന്നെ ഡീമറി ഇത് വന്നിട്ട് ശരിക്കും എന്താണ് പോർച്ചുഗലിന് മിസ് ചെയ്തൊരു കാര്യം അവിടെ അതാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് അർജന്റീന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീം ശരിക്കും എല്ലാരും ഒരു ടീമായിട്ടാണ്. ആ യൂണിറ്റി ഭീകരമായിട്ട് തോന്നുന്നുണ്ട്. ഡീമറിയ ഇപ്പൊ ഒരു കളിക്ക് മെസ്സി ഇറങ്ങാത്ത കളിക്ക് ഡീമറിയ ആയിരുന്നു ക്യാപ്റ്റൻ. അത് ഒരു ഈഗോയോ അതൊന്നും ഇല്ലല്ലോ. അവര് ഫുള്ള് അർജന്റീനക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു വികാരത്തിൽ കളിക്കുന്നവരെ തോന്നുന്നു. അതാണ് പണ്ടൊക്കെ അർജന്റീന പറയുമ്പോൾ ഒരുപാട് താരങ്ങളുണ്ടാവും. എല്ലാ കപ്പിന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് താരങ്ങളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ കളി വരുമ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല, ഒരു നല്ലൊരു കളി ഉണ്ടാവില്ല. അങ്ങനെ പൊട്ടി ഫസ്റ്റ് റൗണ്ടിലല്ല ക്വാർട്ടർ ഫൈനലിലോ അങ്ങനെ പൊട്ടി പുറത്താവുന്നൊരു അവസ്ഥയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ സ്കലോനി വന്നതിന് ശേഷമാണ് ഒന്നും കൂടി, അതായത് പ്ലേയേഴ്സൊക്കെ ആവറേജോ എബവ് ആവറേജ് എന്ന് കുറേ ഉള്ളത് മിഡ്ഫീൽഡേഴ്സൊക്കെ ആയിരുന്നു. അവരൊക്കെ പക്ഷെ ഒരു കോർഡിനേഷൻ ഉണ്ട്, അതായത് ടീമിൽ ഒത്തിണക്കത്തോടെ കളിക്കുക, എല്ലാവരും മൈൻഡും അറിയുന്ന പോലെ കളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. പിന്നെ എല്ലാവർക്കും ഫുട്ബോൾ അറിയേ, അതായത് എല്ലാവർക്കും ഫുട്ബോൾ അറിയാന്ന് പറഞ്ഞാല് ബേസിക് സാധനങ്ങളില്ലേ, നല്ല കൺട്രോളാണ്. ഇപ്പൊ ലിച്ച് ആണെങ്കിലൊക്കെ ബാക്ക് വരെ ഡിഫൻഡർ വരെ നല്ല കൺട്രോളും പാസും ലൈക്ക് ബോൾ റിസീവ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും കളി അറിയാം. അപ്പൊ എങ്ങനെയും പാസ് കൊടുക്കാം, നല്ല കളിക്കാരാണെങ്കിൽ എങ്ങനെയും പാസ് കൊടുക്കാമല്ലോ, ആള് കൺട്രോൾ ചെയ്യുമല്ലോ. ആ ഒരു രീതിയിലുള്ള കളിയാണ്. എല്ലാവർക്കും നല്ല പാസ് കൊടുക്കാം, ഇമ്പ്രൂവ്മെന്റ് എല്ലാവർക്കും ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അടിപൊളി കളി കളിക്കുന്നു. എന്തായാലും ഫൈനൽ നോക്കാം എന്താ വരുന്നത്. പിന്നെ യൂറോയിലേക്ക് വരികയാണെങ്കിൽ ഫ്രാൻസിനെ പറ്റി പറഞ്ഞൂടാ ഇല്ല. എന്താണ് ഫ്രാൻസ്? എനിക്ക് തോന്നുന്നു വയസ്സൻ ടീമായി പോയത്. വയസ്സൻ ടീമൊന്നുമില്ല, ഇപ്പോഴും മുന്നില് എംബാപ്പയും കൊളമുവാനി ഡെമ്പലിന് കഴിഞ്ഞാൽ ഇറങ്ങി അങ്ങനെ യങ്സ്റ്റേഴ്സിനുള്ളത്. പക്ഷെ അവരൊരു പേരിനൊത്തിട്ടുള്ള കളി കളിക്കുന്നില്ല. അതായത് ദശാംശിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. അതായത് അവര് ഫസ്റ്റ് ഓപ്പൺ പ്ലേ ഗോൾ അടിക്കുന്നത് സെമി ഫൈനലില് ഇവർക്കെതിരെ സ്പെയിനെതിരെയുള്ള ഫസ്റ്റ് ഗോളാണ്. അത് വെറും ഡിഫെൻസീവ് ടാക്ടിക്സ് വെച്ചിട്ടാണ് അവർ കയറിപ്പോയുള്ളത്. ഓൺ ഗോള് പെനാൽറ്റി ഒക്കെയാണ്. എന്താണ് എംബാപ്പയൊക്കെ എത്ര പ്രതീക്ഷയുള്ള പ്ലെയർ ആണ്. പക്ഷെ ആൾക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ച് കുറവായിരുന്നു ഈ കപ്പില്. അതെ, അവർക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്ത പോലെ അല്ലേ. പിന്നെ പറഞ്ഞൂടാ ഇല്ല, സ്പെയിന് ലൈക്ക് എമ്മാരി ടീമാണ്, ലൈക്ക് ഒന്ന് ഫാസ്റ്റ് സ്പീഡ് യങ് ടീമാണ് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് കാർവാലുമാരത്തെ കുറച്ച് വെറ്ററൻസ് കൂടെ ഉണ്ട്. അത് അപ്പൊ ഹെവി ടീമാണ് സ്പെയിന്. സ്പീഡായിരുന്നു ഒരു കളി. എന്താ പറയാൻ എനിക്ക് തോന്നുന്നു? സ്പെയിൻ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ 1-2 കളികളൊക്കെ കണ്ടപ്പോ ലൈക്ക് ആ ഒരു ലാസ്റ്റ് ഒരു എക്സ്ട്രാ ടൈമോട് കൂടിയപ്പോഴത്തേക്ക് ഇവര് ഭയങ്കര കളി നല്ല പോലെ കളിക്കുന്നുണ്ട്. ഗോൾ ഒരുപാട് വരുന്നുണ്ട്. നല്ലൊരു ടീം. യമാലിന്റെ ഗോളൊക്കെ അടിപൊളി ഗോളല്ലേ ലാസ്റ്റ് അടിച്ച. ബെല്ലിംഗാമും യമാലും ഒരു ഇത് വരാൻ സാധ്യത ഉണ്ടോ? മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ വിനീഷ്യസും യമാലും ആവാൻ സാധ്യത ഉണ്ട്. നമ്മള് ബെല്ലിംഗാമിനെ മാത്രം പ്രായമാവുന്നുള്ളൂ, 16 വയസ്സ്. പിന്നെ ഒരുപാട് ഗോളും അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ലെവലിൽ കാണിക്കേണ്ടി വരും. അത് അങ്ങനെ ഒരുപാട് ഗോൾ സ്കോർ ചെയ്യുന്ന പ്ലേയേഴ്സ് അല്ലല്ലോ രണ്ടുപേരും. മിഡ്ഫീൽഡേഴ്സ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ.
അവർക്കൊരു 10 to 20 ഗോൾസ് ഒരു സീസൺ, അതായിരിക്കും അവരുടെ ഒരു റേഞ്ച്. നല്ല നല്ല ഫോമിലാണ് ഞാൻ പറയുന്നത്. പണ്ടത്തെ പോലെ റൊണാൾഡോ മെസ്സി പോലെ 50 ഗോള് അങ്ങനത്തെ റേഞ്ച് പിന്നെ എന്താ പറയണത്, നിങ്ങള് ഇപ്പൊ മബാപ്പനെയും ഇവരൊന്നും ഗോട്ടായിട്ട് നിങ്ങൾ കൊണ്ടുവരില്ല കേട്ടോ. എനിക്ക് അതാ പറയാനുള്ളത്. അവരൊക്കെ ഉള്ള ടൈമിൽ 40 മേലൊക്കെ ഗോൾ ഈസി അല്ലായിരുന്നോ? അതാണ് സീസണില് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ബെസ്റ്റ് പെർഫോമൻസ് പറയുന്നത് ഹാളണ്ടാണ്. ഹാളണ്ടിൽ പോലും അവരൊരു വേഴ്സ്റ്റ് സീസൺ ലെവലിലേക്ക് എത്താനേ പറ്റിയിട്ടുള്ളൂ. സത്യം സത്യം ഞാന്മാര് കളിക്കാരിരുന്നപ്പോ പോരുന്നതാണ്. അതേപോലത്തെ 2 പ്ലേയേഴ്സ് ഉണ്ടാവും. സ്പെയിന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇംഗ്ലണ്ടിന്റെ ഇതുവരെയുള്ള വരവ് പറഞ്ഞാൽ തട്ടിമുട്ടി വന്ന് ലാസ്റ്റത്തെ കളി നല്ല കളി നല്ല കളിയായിരുന്നു. പക്ഷെ ഇംഗ്ലണ്ടിന്റെ ഞാൻ എപ്പോഴും പറയണതാണ്, പറയുമ്പോ ഇംഗ്ലണ്ടിന്റെ എപ്പോഴും ഒരു ഇംഗ്ലണ്ട് നല്ല കളി കളിക്കുകയാണെന്നുള്ള ഓർമ്മപ്പെടുത്തുന്ന കളികളൊന്നും മുന്നേ വന്നിട്ടില്ല. ആകെയുള്ള ബ്രസീലിനായിട്ടുള്ള 2002 വേൾഡ് കപ്പിലായിട്ടുള്ള അത് റൊണാൾഡിനോന്റെ ഗോൾ കൊണ്ടാണ് മാത്രം. അല്ലാതെ ഇംഗ്ലണ്ട് എപ്പോഴും ഒരു എന്താ ഇംഗ്ലണ്ട് കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, എന്താ ഇതെന്ത് കളിയാണ് അങ്ങനെ തോന്നല് എപ്പോഴും. പക്ഷെ ഇപ്രാവശ്യം ലാസ്റ്റ് കളി കുഴപ്പമില്ല തോന്നുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളൊക്കെ ടീം മൊത്തം എല്ലാവരും വൻ പ്ലെയേഴ്സാണ്. ഇൻഡിവിജ്വലായിട്ട് ബ്രില്യൻ്റ് ആയുള്ള കുറേ പ്ലെയേഴ്സ് ഉണ്ട്. ടാക്ടിക്കലി ഇപ്പോൾ അവസാന കളിയിലേക്ക് ഒത്തിനൊക്കെ വന്നിട്ടുണ്ട്. അതിന് മുമ്പത്തെ കളിയൊക്കെ എങ്ങനെയൊക്കെയോ ജയിച്ചു പോരലാണ്. ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് കൊണ്ട് മാത്രം ജയിച്ചു പോകുന്ന കുറേ കളികളുണ്ട്. ഫൈനലിൽ ഇപ്പോൾ സ്പെയിനായിട്ടാണ്. സ്പെയിൻ ഇപ്പോൾ ടാക്ടിക്കലി ആയാലും അവർ ഒത്തിണക്കത്തോടെ കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അവരോട് അങ്ങനെ തട്ടിമുട്ടി പോയിട്ട് കാര്യമില്ല. നന്നായി ഉയർത്താൻ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. എനിക്കും അതാ തോന്നുന്നത്. പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇംഗ്ലണ്ടിന് അങ്ങനെ ഒരു ആവറേജ് കളി കളിച്ചിട്ട് എന്തായാലും ജയിക്കാൻ പറ്റുന്നില്ല. സ്പെയിൻ ഇപ്പൊ നല്ല ഫോമിലാണ്. ഇപ്പൊ ലാസ്റ്റ് കളി നോക്കിയാൽ തന്നെ മതി ഒരു എന്താ ഒരു കോൺഫിഡൻസ് എന്നുള്ളത്. എന്തുകൊണ്ടും നല്ലൊരു കളി കളിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. നല്ലപോലെ കളിക്കണം, അല്ലെങ്കിൽ ലക്കിന് എന്തെങ്കിലും സംഭവിക്കണം. നിങ്ങളുടെ ചെക്കൻ എന്താണ്, ബാർസന്റെ ചെക്കനല്ലേ? നിങ്ങള് ഭയങ്കര ഇതിലാണോ, പ്രതീക്ഷയിലാണോ ചെക്കൻ്റെ? ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ കുറെ കാലമായിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് ബാഴ്സൊക്കെ ചെറിയൊരു ഡൗൺ സ്റ്റേജിലാണ്. ഇടയ്ക്ക് ലീഗ് ട്രോഫി ഒക്കെ അടിച്ചെങ്കിലും പഴയൊരു പ്രതാപത്തിന്റെ അടുത്തൊന്നും അല്ല മെസ്സി പോയതിനു ശേഷം. നമ്മളിപ്പോ അതായത് റയലിപ്പോൾ കുറെ സ്റ്റാർസിനെ ആൾറെഡി ഉണ്ട്. റോഡ്രിഗോ, വിനീഷ്യസ്, ബെല്ലിംഗാം. ഈ അടുത്ത സീസണിൽ എംബാപ്പെ വരാൻ പോകുന്നു. ബാഴ്സയ്ക്ക് ഇപ്പോൾ ഒരു സ്റ്റാർ പ്ലെയർ ഉള്ളത് ആവേണ്ടത് മസ്റ്റാണ്. ഇപ്പോൾ ലെവൻഡോസ്കിയൊക്കെയാണ് ഇപ്പോൾ ടാലിസ്മാനായിട്ടുള്ളത്. അപ്പോൾ അവനൊക്കെ ഏജ്ഡ് ആയി പോയില്ലേ. പിന്നെ ലാമാസി പ്ലെയറും കൂടിയാണ് യമല്. അപ്പോൾ എന്തായാലും ബാഴ്സ ഫാൻസ് എന്തായാലും അത്രയ്ക്ക് ട്രീറ്റ് ചെയ്യുമോ, നല്ല പ്രതീക്ഷയും കൊടുക്കും. പക്ഷെ 16 വയസ്സല്ലേ ഉള്ളൂ, ടൈമുണ്ട്, ടൈം കൊടുക്കണം. അതിനെ പ്രശ്നം കറക്റ്റ് യൂസ് ചെയ്ത് നല്ലപോലെ കൊണ്ടുവരട്ടെ. ഓവർ ആക്കിയിട്ട് എക്സോസ്റ്റ് ആക്കാതെ നല്ല രീതിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ തന്നെ കൊണ്ടുവരട്ടെ. പെഡ്രിയും ഗാവിയൊക്കെ ഇപ്പൊ നല്ല ഫോമിലാണ് വന്നിരുന്നത്. ബാർസ തളരുമ്പോ സീനാണ്. രണ്ടും ഒരേപോലെ പോണം, എന്നാലേ കാണുമ്പോ നമുക്ക് കളി കാണുമ്പോഴും ഒരു ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ടീം മാത്രം എപ്പോഴും ജയിച്ചുകൊണ്ടു കഴിഞ്ഞാൽ അതിലെന്താ ഒരു രസം. കുറച്ചു കാലം ബാർസ അങ്ങനെ ആയിരുന്നല്ലോ. കുറച്ചു കാലം ബാർസ യൂറോ ആരടിക്കുന്ന തോന്നുന്നു? യൂറോ എനിക്ക് സ്പെയിൻ അടിക്കുന്ന തോന്നുന്നത്. സ്പെയിൻ അടിക്കുന്ന ഇംഗ്ലണ്ടില് എന്നോട് 2-3 ആൾക്കാർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ഫാൻസിന്റെ ഒരു അഹങ്കാരം, ഇംഗ്ലണ്ട് അടിക്കരുത് അങ്ങനെ ഒരു കാരണം അമ്മാരി അഹങ്കാരമായിട്ട് മീഡിയ തീരെ പറ്റാത്തത്. മീഡിയക്ക് ഒരു അടി ആണ് ഭയങ്കര ഹൈപ്പ്. ഇംഗ്ലീഷ് മീഡിയ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. എപ്പോഴും അവരെ പൊലിപ്പിച്ച് നടക്കുകയാണ്. ന്യൂട്രൽ ഫാൻസിനടക്കം ഇംഗ്ലണ്ട് തോൽക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുക ഇപ്പൊ. സത്യം കാരണം എന്താ വെച്ചാൽ സഹിക്കാൻ പറ്റില്ല. പിന്നെ ഒരു ബെല്ലിംഗാമിനെ മറഡോണയൊക്കെ ആക്കി കളയും. മനസ്സിലാക്കി? അതടിച്ച ബെല്ലിംഗാമിന് ഇതിന് സാധ്യത. ബാലൻഡോർ അടിക്കുക, യൂറോ അടിച്ചു കഴിഞ്ഞാല് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? പിന്നെ ഓനെ മറഡോണയാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഓല അങ്ങനത്തെ ഫാൻസ് അവര്. ഓനങ്ങോട്ട് ഇല്ലാത്ത ഹൈപ്പ് ഉണ്ടാവില്ല. അതാണ്. പിന്നെ ഇംഗ്ലീഷ് മീഡിയ ഇങ്ങനെ കൊണ്ടുപോയിക്കോളും പറയാറ്. സൗത്ത് ഗേറ്റും ഏറ്റവും അത്ര വലിയൊരു മാനേജർ ഒന്നുമല്ല. അപ്പൊ യൂറോ അടിക്കാൻ മാത്രം കഴിവൊന്നും തോന്നില്ല. അതെ, പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല. ഇപ്പൊ ബെല്ലിംഗാമൊക്കെ അന്ന് കളി മറ്റേ സ്ലൊവേനിയ ആയിട്ടോ, അത് എങ്ങനെ ലാസ്റ്റ് ആ ചെക്കൻ്റെ ഒരു മാജിക് കൊണ്ടല്ലേ. അതെ ചെക്കനെ പുള്ളിയ നോക്കാം. മറ്റുള്ള കളിക്കല്ലേ നല്ല കളിയാവട്ടെ. യാമൽ വേഴ്സസ് ബെല്ലിംഗാം അല്ലേ?
യാമലിനെ പോലെ പ്രത്യേകം എടുത്തു പറയേണ്ട പ്ലെയറാണ് നിക്കോ വില്യംസും. നല്ല പ്ലെയറാണ്. ഇപ്പോൾ റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് കളിക്കുന്ന രണ്ടാളും ഒരേപോലെ അറ്റാക്ക് ചെയ്യുന്ന പ്ലെയേഴ്സാണ്. നന്നായി ഡ്രിബിൾ ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ കളിക്കുന്ന പ്ലെയറാണ്. അതേപോലെ ഫാബിയൻ റൂയിസിന്റെ ഇമ്പ്രൂവ്മെന്റ് യൂറോയ്ക്ക് വരുന്നതിന് മുമ്പ് വരെ ഒരു പ്രതീക്ഷയില്ലാത്തൊരു പ്ലെയർ ആയിരുന്നു. ഞാൻ ഇപ്പോൾ നിഖിലിനോട് പറഞ്ഞിരുന്നു ഫാബിയൻ റൂയിസിനെ കളിക്കുന്ന മിഡിലൊന്നും വലിയ സ്ട്രോങ് ഉണ്ടാവില്ല. പക്ഷേ എനിക്കൊന്നും ഈ യൂറോ കപ്പിൽ ഏറ്റവും നല്ലൊരു പ്ലെയർ ചിലപ്പോൾ ഫാബിയൻ റൂയിസ് ആയിരിക്കും. യമലിനെക്കാളിലും ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ ക്യാമ്പയിനിൽ. അവന് അത്രയ്ക്ക് നല്ല കളിയായിരുന്നു. എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് വന്നത് റോഡ്രിയുടെ കളിയാണ്. റോഡ്രി നന്നായി കളിക്കും. എപ്പോഴും എബോ ആവറേജ് ലെജൻഡ്. റോഡ്രി ശരിക്കും എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്ലെയർ വേറെ ഉണ്ടോ പക്ഷെ ഒരു റെക്കോർഡ് ഉണ്ട്. മെയിനും റോഡ്രിയും രണ്ടാമത്തെ ഫൈനലാ വരുന്നത്. മെയിനും റെക്കോർഡ് ഉണ്ട് റോഡ്രിക്കെതിരെ. നോക്കാം ഒരു സിറ്റി റയലിന്റെ ഒരു ഇതുണ്ടല്ലേ, റയൽ ബാർസ പോലെ. ശരി, അങ്ങനെ കുറെ കോമ്പിനേഷൻസ് ഉണ്ടാവും. യുണൈറ്റഡ്. വേറെന്താണ്? വേറെന്താ ഇപ്പോ ഈ യൂറോ കപ്പിലെ ക്രൂസിന്റെ റിട്ടയർമെന്റ്. ടോണി ക്രൂസ്. ടോണി ക്രൂസ്. പിന്നെ ആരൊക്കെ അറിയോ? ടോണി ക്രൂസ്, ഡിമറിയ, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈവൻ കസമീറോ ആവട്ടെ, കസമീറൊക്കെ അത്രക്കില്ല. ക്ഷീണം പിടിച്ച ടോണി ക്രൂസ്, ഡിമറിയ, ഈ പ്ലേയേഴ്സ് ശരിക്കും എമ്മാരി അണ്ടർ റേറ്റഡ് ആണ്. ലൈക്ക് അവർക്ക് കിട്ടിയ ട്രോഫീസും അവര് ഈ ഫൈനൽ മാച്ചിലൊക്കെ അവരുടെ ഇൻവോൾവ്മെന്റും വെച്ച് നോക്കുമ്പോ അവർക്കൊക്കെ കിട്ടുന്ന പ്രൈസ് ലൈക്ക് ഒരു ഗോഡ് ഡിബേറ്റിലൊക്കെ മീൻസ് അത്രക്കില്ലെങ്കിലും നല്ല അതിലൊക്കെ യോഗ്യത ഉള്ള പ്ലേയേഴ്സ് ആണ് അല്ലേ? അത്രയും സ്റ്റാറ്റിക്സും ഉണ്ട്, ലെഗസി ഉണ്ട്. എന്നാലും ഒരിക്കലും ആൾക്കാർ അത്രയ്ക്ക് ഒരു പരിഗണന കൊടുക്കാറില്ല. എന്നോട് പറഞ്ഞു ഡിമറിയന്റെ കാര്യം. ഡിമറിയക്ക് അസിസ്റ്റ് ലൈക്ക് ഭീകര അസിസ്റ്റ് ഉള്ള പ്ലെയർ. നല്ല നമ്പേഴ്സ് ഉണ്ട്. ഓസ്ട്രേലിയക്കാളും റയലിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. റയലിൽ റൊണാൾഡോന്റെ എത്ര ഗോളിന് ഡിമറിയ അസിസ്റ്റ് ഉണ്ട്. പിന്നെ നോക്കി ഈ മേജർ കളികളില് ആളുടെ ഇൻവോൾവ്മെന്റ് കോപ്പ അമേരിക്ക ഫൈനലിൽ കപ്പ് അടിച്ചു, വേൾഡ് കപ്പ് അല്ല ഗോൾ അടിച്ചു, വേൾഡ് കപ്പ് ഫൈനലിൽ ഗോൾ അടിച്ചു. ടോണി പിന്നെ ടോണി ക്രൂസ് ബൂട്ട് അടിക്കാണ് ലെജൻഡ്. അവന്മാര് പ്രേമ എന്താ പറയാനുള്ളത്? നിങ്ങളെ ലെജൻഡ് അല്ലേ? റിയൽ മാഡ്രിഡിന്റെ ഒരു ഇത് കണ്ടിരുന്നു. അതായത് ഞങ്ങളെ ലെജൻസിന് ഞങ്ങൾക്ക് സ്റ്റാച്ചു ഉണ്ടാക്കാൻ നിന്നാൽ അതിനെ നേരം സ്റ്റാച്ചു കൊണ്ട് കളിയേക്കാറുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിലുള്ള മെയിൻ പ്ലേയേഴ്സ് ഒക്കെ അധികം ഇതേപോലെ യുണൈറ്റഡ്, ബാഴ്സ, ബയൺ മ്യൂണിക്ക് പറയാം, പിന്നെ റയല് ഒരുപാട് പറയാം. അപ്പൊ എന്തായാലും അതിൽ കളിക്കാത്ത ലെജൻസ് കുറവായിരിക്കും. ഈ 4-5 ക്ലബില് ലെജൻസ് കുറെ ഉണ്ടാവും ചെയ്യും. നമുക്ക് ലാസ്റ്റ് ആയിട്ട് സ്കോർ പ്രഡിക്ഷനും കൂടി സ്കോർ ചെയ്യാം. ഫൈനൽ ആര് ജയിക്കും കോപ്പ അമേരിക്ക? സ്കോർ പറ. കൊളംബിയ പറഞ്ഞു. കോപ്പ അമേരിക്ക അല്ലേ? കോപ്പ അമേരിക്ക കൊളംബിയ 2-1 ജയിക്കാനാണ്. 2-1 കൊളംബിയ. ഞാനൊരു 3-1 അർജന്റീന. 3-1. ഞാൻ അർജന്റീന 2-0. യൂറോ ഫൈനല് പ്രേമ? യൂറോ ഫൈനല് 1-0 സ്പെയിന്. 5-0 ഞാനും 2-1 സ്പെയിൻ ജയിക്കും. ഞാൻ ഇംഗ്ലണ്ടിനോട് 2-1 ഇംഗ്ലണ്ട്. ഓൺ ദാറ്റ് നോട്ട് അല്ലേ? ഓക്കെ, 2 ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ അല്ലേ? That's a wrap.